ചങ്ങായിമാരെ ഞാനുള്ള ഇന്നൊരു ഏട്ടമൂസർ ചെയ്ത വീഡിയോ കണ്ടാട്ടോ. കാസകളുണ്ടല്ലോ, ആ ഏട്ടമൂസർ എടുത്തിട്ട് അലക്കുന്ന ആ വീഡിയോയില് ആ ഏട്ടമൂസർ സംസാരിക്കുന്നുണ്ടല്ല, കേട്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. ആ ഏട്ടന്റെ പേരെന്താണെന്ന് അറിയാം, ഷാജേട്ടാ നിങ്ങൾ കിഡിലൻ ഷാജേട്ടൻ ഉണ്ടല്ലോ. സംഘപരിവാറിനെ സപ്പോർട്ട് ചെയ്യുന്ന കാസകൾക്ക് കൊടുക്കേണ്ടത് മൊത്തം ആ വീഡിയോ കൊടുത്തിന്. കാസകൾക്ക് മാത്രമല്ല, കാസകളുടെ അതേ മനോഭാവമുള്ള കാസ അടിമകളായ കുറച്ച് പള്ളിയിലച്ചന്മാരല്ലേ, അവർക്കൊക്കെ നമ്മളെ ഷാജേട്ടൻ ഉണ്ടല്ലോ കൊടുത്ത്. ഷാജേട്ടൻ ഞാൻ ആദ്യം തന്നെ ഷാജേട്ടൻ ചെയ്ത ആ വീഡിയോ ഇവിടെ വെക്കാം. സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം. എന്നാ വായോ, നമുക്ക് ഷാജേട്ട കാസകളെ വാരി വലിച്ച് വിതർന്ന ആ മനോഹരമായ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ? വായോ. എനിക്കിന്നലെ കിട്ടിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഇത് കാസ കണ്ണൂർ എന്നൊരു സൈറ്റാണ്. ഇത് കാസ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആണെന്ന് ഞാൻ കയറി നോക്കുമ്പോൾ ഏകദേശം പ്രൊഫൈലൊക്കെ കറക്റ്റാണ്, അവരുടെ ആർഗ്യുമെൻറ്റ്സ് കറക്റ്റാണ്. കാസ വളരെ ആവേശഭരിതരായിട്ട് കേരള സ്റ്റോറി 2ക്ക് വേണ്ടി സംസാരിക്കുകയാണ്. ഈ കഥക്കാസ്പദമായ സംഭവം നടക്കുന്ന കേരളത്തിന് പുറത്ത് എന്ന് സിനിമയുടെ ടൈറ്റിൽ തന്നെ പറയുന്നുണ്ട്. കളിയാക്കാണ് കേരളത്തിലെ ആൾക്കാരെ. ബന്ദർ കാ ബച്ച, സമ്പൂർണ്ണ ചാച്ചരത എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാണ്. ഇതിനകത്ത് പറയുന്നുണ്ട് ഇന്ത്യയിൽ അങ്ങനെ ലവ് ജിഹാദ് ഉണ്ട് എന്ന് കാസക്ക് ഉറപ്പുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ സുപ്രീം കോടതിക്ക് ഇല്ലയെന്നറിയാം, ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾക്ക് NIA അടക്കം ഇന്ത്യയിലെ ലവ് ജിഹാദ് എന്ന സാധനം ഇല്ലയെന്നറിയാം. 2017 കർണാടക CID അന്വേഷിച്ചാണ്, അവർക്കറിയാം അങ്ങനെ സാധനം ഇല്ലയെന്ന്. കേരള പോലീസ് 2012 അന്വേഷിച്ചാണ്, അവർക്കറിയാം അങ്ങനെ സാധനം ഇല്ലയെന്ന്. പക്ഷേ കാസ കുഞ്ഞുങ്ങൾക്ക് എവിടുന്നോ ഈ സാധനം ലവ് ജിഹാദ് ഉള്ളൊരു സാധനമാണെന്നും അത് എക്സിസ്റ്റിംഗ് ആണെന്നും ഇന്ത്യയിൽ മുഴുവൻ നടന്നുകൊടുക്കുന്നുണ്ടെന്നും കാസ കുഞ്ഞുങ്ങൾ പറയുന്നുണ്ട്. അവരതിന് ഉപോദ്ബലകമായിട്ട് ഒരു 4 ലിങ്ക് വേണ്ടവർക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് 4 ലിങ്കിലും പോയി നോക്കാം. ഇത് കാസ കണ്ണൂരിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് കിട്ടും. ഇത് സന്തോഷ് പണ്ഡിറ്റ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിനകത്തിട്ട് ഒരു ലിങ്കാണിത്. ഇത് ഇന്ത്യ ടുഡേയിലും ഇന്ത്യൻ എക്സ്പ്രസിലും പിന്നെ പാറ്റ്ന പേപ്പേഴ്സ് എന്ന് പറയുന്ന പത്രത്തിൽ വന്ന വാർത്തയാണ്. ഇതിനകത്ത് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സ്ത്രീകൾ പോയിട്ട് പരാതി കൊടുത്തു, എന്നെ ബീഫ് തീറ്റിച്ചു എന്ന് പരാതി കൊടുത്തു എന്ന രീതിയിലുള്ള വാർത്ത ഉണ്ട്, എക്സിസ്റ്റിംഗ് ആ വാർത്തയുണ്ട്. പക്ഷേ നിങ്ങളുടെ വാർത്തയുടെ പ്രത്യേകത, ആ വാർത്തയ്ക്ക് യാതൊരു ഫോളോ അപ്പും ഇല്ല. പരാതി കൊടുത്തു, അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു? ആദ്യത്തെ കേസിനകത്ത് പിന്നെ ഈ ബീഫ് തീറ്റിച്ചു എന്ന കേസിനകത്ത് അവർ FIR പോലും ഫയൽ ചെയ്തിട്ടില്ല. ബാക്കിയുള്ള കേസിനകത്ത് അവർ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ കേസിന് എന്ത് സംഭവിച്ചു? അത് കോടതിയിൽ എത്തിയോ? അതിൻ്റെ FIR എന്താണ്? കോടതി എന്ത് പറഞ്ഞു? ലവ് ജിഹാദാണെന്ന് പറഞ്ഞോ? അങ്ങനത്തെ യാതൊരു വിവരങ്ങളും നമുക്ക് എവിടെയും ലഭ്യമല്ല. അപ്പോൾ അതൊരു ന്യൂസാണ്. ന്യൂസ് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞ വാർത്ത അതേമാതിരി എടുത്തിട്ടിടുന്നതാണ്. അല്ലാതെ ഇത് തെളിഞ്ഞു വന്നോ ലവ് ജിഹാദ് ഉണ്ട് വന്നോ ഇതൊന്നും അതിനകത്തും ഈ വാർത്തക്കകത്തും ലവ് ജിഹാദ് എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വിചിത്ര കാര്യം. എന്നിട്ട് പറയാണ് കേരള സ്റ്റോറി ഗോസ് ബിയോണ്ട് എന്ന് പറഞ്ഞാൽ കേരള സ്റ്റോറി കേരളത്തിനപ്പുറം സംഭവിക്കുന്ന കഥ എന്നാണ് അർത്ഥം. അതങ്ങനെയാണ് കേരള സ്റ്റോറി കേരളത്തിനപ്പുറം സംഭവിക്കുക. കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ കേരളത്തിനെ പറ്റിയുള്ള കഥയാണ്. നിങ്ങൾക്ക് 2 വിധത്തിൽ ഇംഗ്ലീഷ് പറയാം. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ ഈസ് ആക്ടിങ് ബിയോണ്ട് ഹെർ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ അവരുടെ ചെയ്യേണ്ട ഡ്യൂട്ടിക്കും അപ്പുറം ചെയ്യുന്ന ആളുകളാണ് എന്ന രീതിയിൽ തന്നെ പറയാം. ഇപ്പോൾ കേരള സ്റ്റോറി ബിയോണ്ട്, കേരള സ്റ്റോറീസ് ഗോസ് ബിയോണ്ട് കേരള സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ കഥ കേരള സ്റ്റേറ്റിന് പുറത്തൊക്കെ പോകുന്നു എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷേ ഇത് പറഞ്ഞാൽ അതിൽ കിടക്കുന്ന രീതിയിലും ഗോസ് ബിയോണ്ട് എന്ന് ഉപയോഗിക്കാം. ഇംഗ്ലീഷ് അറിഞ്ഞവർക്ക് മനസ്സിലാവും. എന്നിട്ട് പറയുകയാണ് മലയാളത്തിൽ എമ്പുരാൻ സംവിധായകർക്കുള്ളതുപോലെ ഹിന്ദി സംവിധായകർക്കും ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതാണ്. അത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഈശോ എന്ന് പറഞ്ഞ ആദർശയുടെ സിനിമ, അതിനെതിരെ എന്തെല്ലാം കലാപാണ് കാസി ഉണ്ടാക്കിയത്. ഈശോ എന്ന പേരിടാൻ പാടില്ല എന്ന് പറഞ്ഞത്. പക്ഷേ കോടതി എടുത്ത് തോട്ട് കളഞ്ഞു. ഈശോ എന്ന് വരുന്ന സിനിമ ഉണ്ട്, നിങ്ങൾക്ക് കാണാം. അതിലെ നായകൻ്റെ പേര് ഈശോ എന്നാക്കിയതാണ് കാസയെ ചൊടിപ്പിച്ചത്. അങ്ങനെ ഈശോ അവർ ബ്രാൻഡഡ് നെയിമാണ്, അവർ ഒറ്റക്കുണ്ടാക്കിയ പേരാണെന്ന് കാസ ഒന്ന് വാദിച്ചത്. ഈശോ മാത്രമല്ല എത്രയോ സിനിമകൾക്കെതിരെ, ജാട്ട് എന്ന് പറയുന്ന ഹിന്ദി സിനിമയ്ക്കെതിരെ, അതല്ലാതെ വേറെ ബോളിവുഡ് ഫിലിം ഉണ്ട്, അതിനെതിരെ ഒരു കലാപം ഉണ്ടാക്കിയ ആൾക്കാരാണ്. പിന്നെ എന്തിനാണ് ക്രിസ്തുവിൻ്റെ 6-ാം തീയതി എന്ന് പറയുന്ന നാടകം ഉള്ള സമയത്തും കലാപമുണ്ടാക്കിയ ആളുകളാണ് ഈ ക്രിസ്ത്യൻ ഇങ്ങനത്തെ ഫ്രിഞ്ച് ഗ്രൂപ്പുകളെല്ലാം. അപ്പോൾ അങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും യേശു ക്രിസ്തുവിനെ പറ്റി എഴുതി കഴിഞ്ഞാൽ സിനിമ എടുത്താൽ കാസ വെറുതെ ഇരിക്കും? ഇല്ലല്ലോ. അത് മാത്രമല്ല എനിക്ക് മനസ്സിലാവാത്തത് എന്താണ് കാസയ്ക്കതിനകത്ത് താല്പര്യം എന്നുള്ളത്. അതായത് ശരിക്കും ന്യൂനപക്ഷങ്ങൾക്കെതിരെ എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ്, ഇപ്പോൾ ഇവിടുത്തെ വലതുപക്ഷ ഹിന്ദുത്വം ന്യൂനപക്ഷങ്ങൾക്ക് തിരിയുമെന്ന് പറയുമ്പോൾ ന്യൂനപക്ഷങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കേണ്ടതാണ്, ഇതിനെതിരെ പ്രതിരോധിക്കേണ്ടതാണ്. ഈ കാസ ചെയ്തെന്താ ഇവരെ ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള സ്റ്റോറി 1-ാം ഭാഗം ഇടുക്കി അതിരൂപത എന്ന് തോന്നുന്നു. ഇടുക്കി അതിരൂപത എന്ത് ചെയ്തു? അവരുടെ 10 മുതൽ 12 വരെ ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് കാണിച്ചു കൊടുത്തു, നോക്കൂ മുസ്ലിങ്ങളെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട്. ഇതേ സൂക്ഷിക്കണമെന്നുള്ളത് 1940-കളിൽ ഗുരുജി ഗോൾവൾക്കർ പറഞ്ഞു കൊടുത്തതാണ് ഇന്ത്യയിലെ ഹിന്ദുക്കളോട്. ആരെ സൂക്ഷിക്കണമെന്ന്? ക്രിസ്ത്യൻസിനെ സൂക്ഷിക്കണമെന്ന്. കാരണം അവരുടെ പുണ്യഭൂമി എന്ന് പറയുന്നത് ഇന്ത്യയല്ല, അവരുടെ ആരാധന സ്ഥലം എന്ന് പറയുന്നത് ജെറുസലേമും യേശുക്രിസ്തുവും ജെറുസലേമാണ്. യേശുക്രിസ്തു വിദേശിയാണ്. വിദേശ ആശയങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ യൂണിറ്റിയെ തകർക്കും, ഏകീകരണം തകർക്കും. ഒരു ഹിന്ദു രാഷ്ട്രം എന്ന രീതിയിൽ ഇന്ത്യ സംഘടിപ്പിക്കപ്പെടുമ്പോൾ അതിനകത്തുള്ള വിദേശ ആശയങ്ങൾ പേറുന്നവർ, വിദേശീയമായ പ്രാർത്ഥനാ രീതികളും വിദേശീയമായ മതങ്ങളും കൊണ്ടു നടക്കുന്നവർ ആഭ്യന്തര ശത്രുക്കളായി മാറുമെന്ന് നിങ്ങളെക്കാളും മുന്നേ ഗുരുജി ഗോൾവൾക്കർ പറഞ്ഞ് വൃത്തിക്കലും വെടിപ്പിലും വെച്ചിട്ടുണ്ട്. അത് ഫോളോ ചെയ്തിട്ട് അതിന് ഒരു പൊടി തള്ളാതെ ഇവിടെ കൊണ്ടു നടക്കുന്നവരാണ് സംഘപരിവാർ സംഘടനകൾ മുഴുവനും. അത് കാസൊക്കെ മനസ്സിലായ നന്ന്.
മനസ്സിലായില്ലേ? ഇവരുടെ കൂടെ ചേർന്ന് നിന്നിട്ട് എന്ത് കാര്യമാണ് കാസൊക്കെ കിട്ടാനുള്ളത് എനിക്ക് മനസ്സിലാവാത്തത്. ഇങ്ങനെ കേരള സ്റ്റോറി കുട്ടികളെ പഠിപ്പിക്കുകയാണ്, മുസ്ലിംസ് മതമായിട്ട് തോന്നുന്നു. ഈ ക്രിസ്ത്യൻസിനെതിരെ ഇതേ ആരോപണം തന്നെയാണ് ഇവിടുത്തെ സംഘപരിവാർ സംഘടന ഉന്നയിക്കുന്നത്. സകല എന്താണ് ഇവാഞ്ചലിസ്റ്റുകളാണ് ഇവിടുത്തെ ക്രിസ്ത്യൻസ് പറഞ്ഞാൽ. മിഷണറിമാർ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ മുഴുവൻ, സർവീസുകൾ മുഴുവൻ എന്തിനു വേണ്ടിയാണ്? മതമാറ്റാൻ വേണ്ടിയാണ്. അത് പറഞ്ഞിട്ടാണ് ഗ്രഹാം സ്റ്റെയിൻസിനെ ഫാമിലി അടക്കം ചുട്ടുവന്നത്. ഈവൻ മദർ തെരേസ പോലും ഇവിടെ ചെയ്ത പുണ്യപ്രവർത്തികൾ മതം മാറ്റാൻ വേണ്ടിയായിരുന്നു എന്ന് പ്രസംഗിച്ചാണ് കേരളത്തിൽ ശശികല. ഈ കാസയൊന്നും അറിയാത്തതാണോ, അല്ല എന്ത് ലാഭം കിട്ടാൻ വേണ്ടിയാണ് കാസയുടെ കൂടെ നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആഭ്യന്തര ശത്രുക്കളായിട്ട് നിങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടവരാണ് ക്രിസ്ത്യൻ ഫ്രഞ്ച് ഗ്രൂപ്പുകൾ, അല്ല ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞു. ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി വൈദേശികമായ ആശയമാണെന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും ഗുരുജി ഗോൾവാൾക്കർ വി ആൻഡ് അവർ നാഷൻഹുഡ് എന്ന് പറഞ്ഞ ബുക്കിനകത്തും ഈ ബഞ്ച് ഓഫ് തോട്ട്സ് എന്ന് പറഞ്ഞ വിചാരധാരക്കകത്തും ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് കളിക്കുന്നത്? എന്ത് കണ്ടിട്ടാണ് പറയുന്നത് 300 രൂപ റബ്ബറിനാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് സ്ഥാനം തരുന്നത്? എന്ത് കണ്ടിട്ടാണ് പറയുന്നത്? നിങ്ങൾക്ക് തോന്നുന്നു RSS ഇനി അതിൻ്റെ ആശയങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തന രീതികളിൽ എന്തെങ്കിലും ഡൈല്യൂഷൻ വരുത്താൻ പോകുന്നതെന്ന്? അതായത് ശരിക്കും വൈദേശികമായ ആശയങ്ങളുള്ള വെറും വിദേശ ഗ്രൂപ്പുകളാണ് ഈ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ. RSSന്റെ ബുക്ക് സംബന്ധിച്ചും അവരുടെ പ്രവൃത്തിയെ സംബന്ധിച്ചും എത്രയോ സ്ഥലത്ത് ക്രിസ്ത്യൻ മൈനോറിറ്റിക്കെതിരെ അധികം നടന്നു നിൽക്കണം. കന്യാസ്ത്രീകൾ തല്ലുന്നത്, പാസ്റ്റർമാരെ തല്ലുന്നത്, അവർക്കെതിരെ കേസെടുക്കുന്നത്. ഇന്ത്യയിലെ 10 സംസ്ഥാനത്തെങ്കിലും എന്തുണ്ടെന്ന് അറിയോ? ഈ മതം മാറ്റത്തിനെതിരെയുള്ള കേസുകളുണ്ട്. ക്രിമിനൽ ഒഫൻസാണ്, നിങ്ങൾക്ക് തടവ് ശിക്ഷ കിട്ടാം. കേസെടുക്കാനുള്ള നിയമങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. അത് ക്രിസ്ത്യന്മാർക്കും ബാധകമാണ്. അത് കാസൊക്കെ എന്താണ് മനസ്സിലാവാത്തത്? കേരളത്തിൽ വന്ന് മാത്രമാണോ മെഴുകുന്നത്? പോയിട്ട് നോർത്ത് വെപ്പ് പറയൂ, അവിടെ നിന്ന് കന്യാസ്ത്രീമാർക്ക് തല്ലിയിട്ടുമ്പോൾ അവിടെ പോയി പ്രതിഷേധിക്കും. നിങ്ങൾ വിവരം അറിയും. എന്തൊരു ആവേശമാണ് ഇവിടുത്തെ മുസ്ലിംസിനെ ഒറ്റപ്പെടുത്തിയിട്ട് ഇവർക്കെന്തോ അധികാരം കിട്ടാനാണ് വിചാരം. ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി ഏകോപിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളതിനകത്ത് ഉണ്ടാവില്ല. നിങ്ങൾ ആഭ്യന്തര ശത്രുവാണ്, രാജ്യത്തിൻ്റെ ശല്യമാണ്. നിങ്ങളെ എങ്ങനെ പുറത്താക്കണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയുകയും ചെയ്യും ഹിന്ദു രാഷ്ട്രം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് എന്തിനാണ് വെറുതെ വേണ്ടാത്ത വഴിക്കൊക്കെ നിൽക്കുന്നത്? എന്തൊരു ആവേശമാണ് ആലോചിച്ചോളൂ. അതും കേരളത്തിൽ നിന്നിട്ട് മലയാളത്തിൽ നിന്ന് എഴുതുകയാണ്. കേരളത്തിനെ പറ്റി അപമാനിക്കുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അത് നടക്കേണ്ടതാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. എങ്ങനെയുണ്ട്? സന്തോഷ് പണ്ഡിറ്റിൻ്റെ അതേ ഡിറ്റോ പോസ്റ്റ് കോപ്പി അടിച്ചിട്ടാണ് ഇത് കാണുമ്പോൾ. അയാളിങ്ങനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇവിടെ കേരളത്തിന് പുറത്തല്ലേ, ഇതെങ്ങനെയാണ് ബാധിക്കുക? ഏതായാലും ഹൈക്കോടതിയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട്. കോടതിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. വാദം നോക്കാൻ നമുക്ക് എങ്ങനെയാണ് നടക്കുന്നത് കാര്യം. എന്തായാലും കാസയുടെ ഈ പോക്ക് എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ്. കാരണം എന്താ വെച്ചാൽ ഈ അറക്കാൻ കൊണ്ടുപോകുന്ന വേണ്ടി വളർത്തുന്ന ഒരു ആട്ടുംകുട്ടി മനസ്സിലാക്കില്ല. എന്നെ ലാസ്റ്റ് ചെയ്ത് അറുത്തിട്ട് നമ്മൾ മട്ടൺ ഫ്രൈ ആക്കുന്ന കാര്യം അല്ലെങ്കിൽ മട്ടൺ ബിരിയാണി ആക്കുന്ന കാര്യം ആട്ടുകുട്ടിക്ക് മനസ്സിലാവില്ല. അതുവരെ സന്തോഷിച്ച് ഫുഡ് കഴിച്ചുകൊടുക്കും. നല്ലതാണ്. എന്തുട്ട് സംഭാഷ ചേട്ടാ നിങ്ങൾ പൊള്ളി കേട്ടോ, പൊള്ളി. പക്ഷെ ഷാജേട്ടാ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം നമ്മളും കുറെ കാലമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. പക്ഷെ ഇതൊന്നും ഉണ്ടല്ല, സംഖ്യ എടുക്കുന്ന കാശ് വാങ്ങിയിട്ട് പുട്ടടിക്കുന്ന കാസകളുടെ തലയിൽ കയറൂല. ഒന്നാമത് ഈ കാസ എന്ന് പറഞ്ഞ ടീമുണ്ടല്ല, ബുദ്ധി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ല, ഏഴയലത്ത് പോയിട്ടില്ല. കാസകളുടെ ബുദ്ധി ഉണ്ടല്ല. ഷാജേട്ടൻ പറഞ്ഞ ആ പോസ്റ്റില്ലേ, കാസ കണ്ണൂരിട്ട പോസ്റ്റ്, ആ പോസ്റ്റ് തന്നെ ഉണ്ടല്ല. ആ ബീഫ് കഴിപ്പിക്കുന്ന സംഭവം മഹാരാഷ്ട്രയിലാണ് നടന്നത്. മലയാളികൾക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ് അത് മനസ്സിലാക്കാത്തതെന്നല്ലേ കാസ കണ്ണൂർ പറയുന്നത്. എന്റെ കാസെ, കുറച്ചെങ്കിലും ബുദ്ധി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെ മന്ദബുദ്ധി എന്നെങ്കിലും നമുക്ക് വിളിക്കാൻ പറ്റുമല്ലോ. ഇനി മഹാരാഷ്ട്രയിലാണോ ഒറീസയിലാണോ ഏത് പണ്ടരാത്തിലാണ് നടന്നെങ്കിലും ആ സ്ഥലത്തിന്റെ പേരിട്ടാ പോരെ. അതിന് കൊണ്ടുപോയിട്ട് കേരള സ്റ്റോറി എന്തിനാണ്ടിന്? അതിനല്ലേ നമ്മൾ മലയാളികൾ കുഴപ്പാക്കുന്നത്. എന്റെ കാസ കണ്ണൂർ പൊട്ടന്മാരെ, കേരളത്തിൽ ആർക്കെങ്കിലും ബീഫ് നിർബന്ധിച്ച് വായിൽ കുത്തിക്കയറ്റുന്നുണ്ടാ കാസപ്പൊട്ടന്മാരെ? ഇനി ഇതിനെ ന്യായീകരിക്കുന്ന കാസപ്പൊട്ടന്മാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മാതാവിന്റെ മുഖത്ത് നോക്കിയിട്ട് ആരെങ്കിലും തെറി വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങളത് കേട്ടിട്ട് മിണ്ടാണ്ടിക്കോ ചെയ്യുക. പക്ഷെ നമ്മളൊന്നും അങ്ങനെയല്ലട്ടാ. നമ്മൾ തെറി വിളിച്ചവരുണ്ടല്ല, അപ്പൊ തന്നെ കൊടുക്കേണ്ടത് കൃത്യമായിട്ട് പൈസ കുറവില്ലാതെ കൊടുത്തു വിട്ടിരിക്കും. ഇനി അവരൊന്നുണ്ടല്ല, ജന്മത്തിൽ ആരുടെ മാതാവിനെയും ഒരിക്കൽ പോലും തെറി വിളിക്കില്ല. അമ്മാതിരി കൊടുക്കൽ നമ്മൾ കൊടുക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാം കാസകളെ? ആ തെറി വിളിച്ചവൻ നിങ്ങളോട് പറയും നിങ്ങളുടെ മാതാവിന്റെ മുഖത്ത് നോക്കിയെന്നേ ഉള്ളൂ, പക്ഷെ ഞാൻ വിളിച്ചത് നിങ്ങളുടെ മാതാവിനല്ല, ഞാൻ വേറൊരാളുടെ മാതാവിനെയാണ് വിളിച്ചതെന്ന് നിങ്ങളോട് അയാൾ പറഞ്ഞാൽ നിങ്ങൾ പറയാ ഓക്കെ കുഴപ്പമില്ല എന്നിട്ട് അയാൾക്ക് നിങ്ങൾ വേണമെങ്കിൽ പൊറോട്ടയും ബീഫും അങ്ങോട്ട് വാങ്ങിക്കൊടുക്കുന്ന കാസപ്പൊട്ടന്മാരെ. അതുകൊണ്ട് കാസപ്പൊട്ടന്മാരെ, നിങ്ങളെപ്പോലുള്ള ബുദ്ധിയും വിവരം ഇല്ലാത്ത ആൾക്കാരാണ് മലയാളികൾ മൊത്തം. നിങ്ങൾ തെറ്റിദ്ധരിക്കല്ല കേട്ടാ. നിങ്ങൾ സ്വയം പൊട്ടന്മാരായിട്ടുണ്ടല്ലോ. സംഖ്യകൾ തരുന്ന പൈസക്ക് പൊറോട്ടയും ബീഫും അടിച്ച് ഇങ്ങനെ നടന്നോ. കുറച്ച് കഴിയുമ്പോ സംഖ്യകൾ തന്നെ ഉണ്ടല്ല, ആ പൊറോട്ടയും ബീഫും ഉണ്ടല്ല നിങ്ങളെ കൊണ്ട് സൂറിക്കും. അതും അടുത്ത് തന്നെ നടക്കും. അങ്ങനെ അവര് സൂറിക്കുമുണ്ടല്ല, കരഞ്ഞുകൊണ്ട് നമ്മടത്തേക്ക് വരാൻ നിൽക്കണ്ട കാസകളെ. അപ്പൊ കാസകൾക്ക് വയറും നിറയെ വേണ്ടതുപോലെ കൊടുത്ത ഷാജേട്ടാ നിങ്ങൾ സൂപ്പറാട്ടാ. ഷാജേട്ടനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.